ഹായ്, എല്ലാവർക്കും ഡിയോൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മഴയൊക്കെ പെയ്തോ അവിടെ? ഞങ്ങൾക്ക് ഇന്നലെ ചെറിയൊരു മഴ പെയ്തിരുന്നു കേട്ടോ. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഞാൻ പനമരം വരെ വന്നതായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പനമരം ഉണ്ടാവുള്ളൂ കേട്ടോ. പനമരത്ത് 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ പനമരം വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ബസ്സിലാണ് ഇരിക്കുന്നത്. ഇത് വയലാണ് കേട്ടോ. ഞാനപ്പോൾ പനമരമൊക്കെ പോയിട്ട് ബസ്സൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. ഇന്ന് വെളുപ്പിന് ഇവിടെ ഒരു മഴ പെയ്തു. മഴ പെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു തണുപ്പോ ഒന്നുമില്ല. നല്ല ചൂടാണ് കേട്ടോ. ഇത് ഫുള്ള് കാപ്പിത്തോട്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആനയും പന്നിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വലയൊക്കെ കെട്ടിയിരിക്കുക. ഇതാണ് ഞങ്ങളുടെ റോഡ്. ഞാൻ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഞാനതാ വീട്ടിൻ്റെ അടുത്തെത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്. ഇങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. വീടിൻ്റെ മുറ്റത്തെത്തി. എന്താ വെയിൽ, എന്താ ചൂടല്ലേ. ഡിയോൺ കുട്ടനെ ഇന്ന് അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് കളിക്കുക. ഡിയോൺ കുട്ടൻ എന്താ കളിക്കുന്നേ? ബോളോ? അതെന്താ കയ്യിലിരിക്കുന്നേ? കളിപ്പാട്ടാ? കൊച്ചെന്താ ഉണ്ടാക്കുന്നേ? വീടുണ്ടാക്കുക? ആണോ? വലിയ വീടാ? ആ, പിന്നെ എന്താ വിശേഷം? ഇങ്ങോട്ട് നോക്കി പറ. ഇങ്ങോട്ട് നോക്കി പറ. ഇന്ന് അംഗനവാടിയിൽ നിന്ന് കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചു. പിന്നെന്താ കഴിച്ചേ? ചോറുമാമ. പിന്നെയോ? കറി കൂട്ടി കഴിച്ചു. അമ്മമ്മ എന്താ തന്നേ കൊച്ചിന്? കുറുക്ക് തന്നു. ആ, പിന്നെന്താ വിശേഷം ചോദിച്ചേ? ഒരു വിശേഷമില്ല. ഇന്നെന്താ ടീച്ചർ പഠിപ്പിച്ചേ? എന്താ ഒന്നും പഠിപ്പിച്ചില്ലേ? കൊച്ചു അംഗനവാടിയിൽ ടീച്ചർ പാട്ടൊന്നും പഠിപ്പിച്ചില്ല? ഇല്ല. ഇന്ന് ആരൊക്കെയാ കൂട്ടുകാർ വന്നേ? എല്ലാവരും വന്നു. ആ, ഇന്ന് കൂട്ടുകാരുടെ പേരറിയോ? ഒന്ന് പറഞ്ഞേ. അയാൻ ടി ജോബിൻ. ആ, പിന്നെ ദേവു. ആ, ആർദ്രവ്. ആ, ഋഗ്വേദ്. ആ, പിന്നെ ആ, അയാൻ പറഞ്ഞു. അയാൻ പറഞ്ഞു. വേറെ ആരാ? അത്രയും പേരേ ഉള്ളൂ? ആ, കൊച്ചു നാളെ പോകുന്നുണ്ടോ അംഗനവാടിയിൽ? പോവാല്ലേ? ആ, ഓക്കെ. നമുക്കിന്നേ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ തേങ്ങ 1 മുറി എടുത്തിട്ടുണ്ട്. കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ചക്ക ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില. പിന്നെ നമ്മളതിലേക്ക് ചക്ക വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പും 1/4 കപ്പ് വെള്ളവും കൂടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചക്ക ഞാൻ ഗ്യാസിൽ വെച്ചു. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചക്കയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അരപ്പൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വേവായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്തു. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം. അങ്ങനെ അരപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന്
തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ചക്കയൊക്കെ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണോ നിങ്ങളും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.